എല്ലാവർക്കും നമസ്കാരം. നാളെ 2024 ഡിസംബർ മാസം 20-ാം തീയതി മുപ്പട്ട് വെള്ളിയാഴ്ചയും ധനുമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമിയും ഒന്നിച്ച് ചേർന്ന് വരുന്ന പുണ്യ ദിവസമാണ്. ധനുമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമി വ്യാഴാഴ്ച പകൽ 10:02 തുടങ്ങുന്നതിനാൽ അന്ന് സന്ധ്യയ്ക്ക് ശേഷവും വെള്ളിയാഴ്ചയും മുഴുവനായും ദേവിയെ പ്രാർത്ഥിക്കുന്നതിന് ഉത്തമ ദിവസമാണ്. വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതിന് പഞ്ചമി ദിവസം, പൗർണമി, അമാവാസി, വെള്ളി, ചൊവ്വ, ശനി എന്നീ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ഫലദായകമാണ്. ഭക്തർക്ക് വളരെ വേഗത്തിൽ തന്നെ അനുഗ്രഹം ചൊരിയുന്ന ദേവിയാണ് വരാഹി ദേവി. ഭക്തിയും വിശ്വാസവും വേണമെന്ന് മാത്രം. ഈ ദേവിയെ പ്രധാനമായും രാത്രികാലത്താണ് ആരാധിക്കുന്നത്. പകൽ ഈ ദേവിയെ ആരാധിക്കുന്നതിനുള്ള മന്ത്രങ്ങളും ഉണ്ട്. ഭക്തരുടെ ഏറ്റവും വലിയ രക്ഷകയാണ്. ശത്രുക്കളുടെ ശല്യവും പകയും കാരണം ജീവിതം വഴിമുട്ടിയവർ വിളിച്ചാലുടൻ വിളി കേൾക്കുന്ന ദേവിയാണ് വരാഹി ദേവി. ഞാൻ ഇന്നിവിടെ പറയുന്നത് അശ്വാരൂഢ വരാഹി ധ്യാനവും മന്ത്രവുമാണ്. അശ്വാരൂഢ വരാഹി ദേവിയുടെ നിറം വെളുത്തതാണ്. ദേവിയുടെ വാഹനം കുതിരയാണ്. അപരാജിത എന്നു പേരുള്ള കുതിരപ്പുറത്താണ് ദേവി ഇരിക്കുന്നത്. ചതുർബാഹു രൂപത്തിലാണ് ദേവി. ഈ മന്ത്രം ജപിക്കുന്നതിന് പ്രത്യേക നിഷ്ഠകൾ ഒന്നും തന്നെയില്ല. രാത്രി സമയത്ത് ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. 8 മണി മുതൽ 12 മണി വരെയും, സന്ധ്യാസമയത്ത് 8 മണി മുതൽ 12 മണി വരെയും, രാവിലെ 3:30 മുതൽ 6 വരെയും ജപിക്കാവുന്നതാണ്. ഇത് ജപിക്കുന്നത് മാത്രമല്ല, കേൾക്കുന്നതും മനസ്സിൽ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ഭക്തരോട് വളരെ അലിവുള്ള ദേവിയാണ് വരാഹി ദേവി. വളരെ പെട്ടെന്ന് തന്നെ വരം തരുന്ന ദേവിയുമാണ്. ഭക്തിയോടെയും വിശ്വാസത്തോടെയും ജപിക്കണമെന്നു മാത്രമേ ഉള്ളൂ. ഈ മന്ത്രവും ധ്യാനവും വടക്കോട്ട് ദർശനമായി ഇരുന്ന് ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതിന് സാധിക്കാത്തവർക്ക് കിഴക്കോട്ട് ദർശനമായും പടിഞ്ഞാട്ട് ദർശനമായും ജപിക്കാവുന്നതാണ്. അശ്വാരൂഢ വാരാഹി ധ്യാനമാണ് ഇവിടെ പറയുന്നത്. രക്തമശ്വാധിരുണ്ഡം ശശിധരാശകലം ബദ്ധമൗലീം ത്രിനേത്രം പാസേനാം ബാധ്യസാധ്യാം സ്മരശരവിവശാം ദക്ഷിണേന ആനയന്തി ഹസ്തേ നാന്യേവേത്രം വരകനകമയം ധാരായന്തീം മനോജ്ഞയാം ദേവീം ധ്യായേദജസ്ത്രം കുജാഭരണമിതാം ദിവ്യാഹാരാഭിരാമം. ഇതാണ് ധ്യാനം. ഇനി അശ്വാരൂഢ മന്ത്രം. ബ്രഹ്മഋഷി വിരാട് ഛന്ദ അശ്വാരൂഢാ ദേവത. ഓം ആം ഹ്രീം ക്രോം ഏഹേഹി പരമേശ്വരി സ്വാഹ. ഓം ആം ഹ്രീം ക്രോം ഏഹേഹി പരമേശ്വരി സ്വാഹ. ഓം ആം ഹ്രീം ക്രോം ഏഹേഹി പരമേശ്വരി സ്വാഹ. ധ്യാനം ഒരു പ്രാവശ്യം ജപിച്ച ശേഷം അശ്വാരൂഢ മന്ത്രം പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ്.